ഗാസയ്ക്ക് പിന്നാലെ അതിർത്തി നഗരമായ റഫേൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അധിവസിപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതായി റിപ്പോർട്ട്. സംഭവത്തിൽ പ്രതികരിച്ച് ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി. റഫേൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയം നൽകുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലി സൈന്യം ബോംബെറിഞ്ഞു. അപ്രതീക്ഷിത ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും കുട്ടികളടക്കം 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ നീക്കം അതിരുകടക്കുകയാണ് എന്ന് WHO ജനറൽ സെക്രട്ടറി ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് ഇക്സിൽ കുറിച്ചു. പലസ്തീൻ പൗരന്മാർക്ക് പുറമെ കൊല്ലപ്പെട്ടവരിൽ 2 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും അഥാനം ഗബ്രിയേസസ് പറഞ്ഞു. ഗാസയിൽ ഉടനെ ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം റംദാൻ വ്രതം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. മാർച്ച് 10 അല്ലെങ്കിൽ 11 വെടിനിർത്തൽ നടപ്പാക്കുമെന്നും അതിനായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഗാനി, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി എന്നിവരുമായി ബൈഡൻ ഫോണിൽ സംസാരിച്ചിരുന്നു. സിവിലിയൻസിനെതിരെ തുടർന്ന് ആക്രമണം നിർത്തണമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് സഹായം നൽകുന്നത് തുടരണമെന്നും ഇസ്രയേലിനോട് ബൈഡൻ ആവശ്യപ്പെട്ടു. നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 30,320 പേർ കൊല്ലപ്പെടുകയും 71,533 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം അമേരിക്കയിലെ ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ ആയിരങ്ങൾ ഒത്തുകൂടി. പലസ്തീനെ സ്വതന്ത്രമാക്കുക, വംശഹത്യ അവസാനിപ്പിക്കുക എന്നിങ്ങനെ എഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. അതിനിടെ അമേരിക്ക ഇന്നലെയും ഗാസയിൽ ഭക്ഷ്യവിതരണം വ്യോമമാർഗം എത്തിച്ചു. ഇസ്രയേലിന്റെ വംശഹത്യയ്ക്ക് നിരുപാധിക പിന്തുണ നൽകുന്നത് രാജ്യത്തിനകത്തും പുറത്തും കനത്ത പ്രതിഷേധത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് US-ന്റെ എയർ ഡ്രോപ്പിംഗ്. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ സഹായം ഉറപ്പാക്കണമെന്ന ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഇസ്രയേൽ തള്ളി. ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ ഇന്ന് ഈജിപ്തിലെ കെയ്റോയിൽ നടക്കും. ഹമാസ് ഇസ്രയേൽ പ്രതിനിധികൾ ചർച്ചയ്ക്കെത്തുമെന്ന് ഈജിപ്ത് അറിയിച്ചു. പാരീസിലെയും ഖത്തറിലെയും ചർച്ചയ്ക്ക് പിന്നാലെ കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ച തുടരാനാണ് നീക്കം. 6 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുമാണ് പ്രതീക്ഷിക്കുന്നത്. ഭക്ഷണത്തിനായി കാത്തുനിന്നവർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇനി ചർച്ചയ്ക്കില്ലെന്നായിരുന്നു ഹമാസ് അറിയിച്ചത്. എന്നാൽ ഹമാസിന്റെയും ഇസ്രയേലിന്റെയും പ്രതിനിധികളുമായി ചർച്ച ചെയ്യുമെന്ന് ഈജിപ്തും അറിയിച്ചു. അതേസമയം ബന്ദികളെക്കുറിച്ചുള്ള വിവരം കൈമാറാതെ ഇസ്രയേൽ പ്രതിനിധിയെ ചർച്ചയ്ക്ക് അയക്കരുതെന്നും യുദ്ധകാര്യ മന്ത്രിസഭയിൽ ആവശ്യമുയരുന്നുണ്ട്. അതിനിടെ റഫേലും ഗാസ സിറ്റിയിലും ഇന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിൽ നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും കാരണം 2 കുട്ടികൾ കൂടി മരിച്ചു. ഗാസയിൽ അവശ്യവസ്തുക്കൾ US എയർഡ്രോപ്പ് ചെയ്തതിന് പിന്നാലെ കടൽ മാർഗവും അവശ്യവസ്തുക്കൾ എത്തിക്കാമെന്ന് സെനറ്റ് അംഗം ജെഫ് മെർക്കി ആവശ്യപ്പെട്ടു. ഇസ്രയേലിനുള്ള ധനസഹായം US നിർത്തണമെന്ന് സെനറ്റ് അംഗം ബെർണസി സ്റ്റാൻഡേഴ്സ് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷിക്കാഗോയിലെ ഇസ്രയേൽ കോൺസുലേറ്റിലും ന്യൂയോർക്ക്, ടോക്കിയോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും പ്രതിഷേധം ഇരമ്പി. ചെങ്കടലിൽ ഹൂതി ആക്രമണത്തിൽ ബ്രിട്ടീഷ് കപ്പലായ റൂബിമർ മുങ്ങുകയും ചെയ്തു. കപ്പലിലെ അമോണിയം ഫോസ്ഫേറ്റ്, സൾഫേറ്റ് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വെസ്റ്റ് ബാങ്കിൽ മുതിർന്ന ഹമാസ് നേതാവ് കൈസ് അൽ സദനിക്ക് വെടിയേറ്റെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. ജനിൽ ആക്രമണവും അറസ്റ്റും തുടരുകയാണ്. അതേസമയം ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രയേൽ ഭരണകൂട വിരുദ്ധർ ടെൽ അവീവിൽ നടത്തിയ പ്രതിഷേധത്തിൽ 7 പേർ അറസ്റ്റിലുമായി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.